ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെലിൻ വടക്കൻ. എടാ, ഇന്ന് സാറ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള ലവ് സ്റ്റോറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എക്സാമിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 6 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് എന്താക്കാം, സോൾവ് ചെയ്ത് പോവാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പാരഗ്രാഫ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഒരു പാരഗ്രാഫ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പാരഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ എങ്ങനെ ഇക്വേഷൻ ആക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ലവ് സ്റ്റോറി അങ്ങ് അപ്ലൈ ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ സാർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചോദ്യം കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വായിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. സോ വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 4 more than the other side. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 4 കൂടുതലാണ്. ആദ്യത്തെ സൈഡ് ഏതാ നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയില്ല. അറിയാത്ത സാധനത്തിനെ നമ്മൾ എക്സ് എന്നെടുക്കുന്നു. എന്തെന്നെടുക്കുന്നു? എക്സ് എന്നെടുക്കുന്നു. മറ്റേ സൈഡ് എന്താന്നാ പറഞ്ഞത്? എക്സ് പ്ലസ് 4, 4 കൂടുതലാന്നാ പറഞ്ഞത്. മറ്റേ സൈഡ് 4 കൂടുതലാണ്, എക്സ് പ്ലസ് 4. യെസ്. Then the other side, area of the rectangle. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 140 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ എയിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ മക്കളെ? സ്മോൾ സൈഡ് നമ്മൾ എക്സ് ആക്കി എടുക്കാൻ നമ്മൾ ഓൾറെഡി എടുത്തു അല്ലെ. നമുക്ക് അറിയാത്ത സാധനത്തിന് നമ്മൾ എന്താക്കി എടുക്കും? എക്സ് ആക്കി എടുക്കും. എക്സ് ആക്കി എടുത്തു. അറിയാത്ത സാധനത്തിന് നമ്മൾ എക്സ് ആക്കി എടുത്തു. കുഴപ്പമുണ്ടോ? അടുത്ത സൈഡ് അങ്ങനെയാണെങ്കിൽ then write the equation എന്നാ പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഇക്വേഷൻ? ഇവിടെ നോക്ക്. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ഏരിയ അല്ലേ. ഏരിയ എന്ന് പറയുന്നത്, അതായത് പരപ്പളവ് എന്ന് പറയുന്നത് 140 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 140 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. ആരാ ഇവിടുത്തെ ലെങ്ത്? ഇതിന്റെ ലെങ്ത് എക്സ് പ്ലസ് 4 അല്ലേ. ഞാൻ എക്സ് പ്ലസ് 4 ലെങ്ത് ആക്കി എടുക്കുന്നു. ബ്രെഡ്ത്ത് ആരാടാ? വീതി ആരാടാ? വീതി എക്സ് അല്ലേ. ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 140. ഡൗട്ട് ഉണ്ടോ? യെസ്. ഇനി ഈ എക്സിന് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നേ. എക്സ് ഇൻറ്റു എക്സ് ആരാടാ? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് ഇൻറ്റു 4 ചെയ്യണം. എക്സ് ഇൻറ്റു 4 എത്രയാടാ? 4x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 140. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ഇക്വേഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയില്ലേ, ലവ് സ്റ്റോറിയിലേക്ക് എത്തിയില്ലേ. വർഗീയതൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ആരെ വിളിക്കണം? വടക്കൻ സാർ ഇവിടെ ഉണ്ട്. ആരെ വിളിക്കണം? എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത്, ആളുടെ അനിയത്തി അല്ലെ. എക്സിന്റെ ഗേൾഫ്രണ്ടിന്റെ അനിയത്തിനെ വിളിക്കണം. യെസ്, പെട്ടെന്ന് നോക്കിയേ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ആരാടാ? ഈ എക്സിന്റെ കൂടെയുള്ള അനിയത്തി. എക്സിന്റെ കൂടെയുള്ള ആളുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ 4ന്റെ അനിയത്തി 2 ആണ്. അനിയത്തിക്കുട്ടി തലയിൽ തട്ടിടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ. ഒരു സൈഡിൽ മാത്രമല്ല മറ്റേ സൈഡിലും വരും. അപ്പൊ കുറച്ച് ഡൗട്ട് ഉണ്ടാവും, എവിടുന്നാണ് സാറേ ഈ 2 സ്ക്വയർ വന്നത്? ഈ 2 സ്ക്വയർ എവിടുന്നാ വന്നത്? ഇവിടെ എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് ആളുടെ പകുതിയുടെ സ്ക്വയർ. എങ്ങനെയാ? ഈ എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് ആളുടെ പകുതിയുടെ സ്ക്വയർ. യെസ്, അതാണ് നമ്മൾ 2 സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x, സോറി എക്സ് സ്ക്വയർ പ്ലസ് 4x അല്ല. അവിടെ നോക്കിയേ. എവിടെ? യെസ്, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ എന്നാണ് അല്ലെ. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കൂട്ട തുറന്നു. എന്ത് തുറന്നു? കൊട്ട തുറന്നു. ഇനി മുതൽ നമ്മുടെ കഥയിൽ ആരില്ല? 4x ഇല്ല. നമ്മൾ എക്സ് സ്ക്വയർ ഈ തലക്കെട്ട് കൂരിച്ചും കൂടി കയറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള പ്ലസ് ഇവിടെ ഉണ്ടാവും. ഈ 2 സ്ക്വയറിനെ 2 മാത്രം ഇങ്ങോട്ട് എടുക്കും. ഈ 2ന്റെ സ്ക്വയർ ഇല്ലേ, അതിന് ഇതിന്റെ പുറത്തിടും. അതൊക്കെ ഇന്നലത്തെ സ്റ്റോറിയിൽ നല്ല രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. 140 പ്ലസ് 2ന്റെ സ്ക്വയർ ആരാടാ? 140 പ്ലസ് 2ന്റെ സ്ക്വയർ 4 ആണ്. 4 ആഡ് ചെയ്താൽ 144 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. യെസ്, വാട്ട് വിൽ ഹാപ്പൻ? എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോയാൽ എന്താ അവിടെ? റൂട്ട് ആവും. റൂട്ട് 144 എത്രയാടാ? റൂട്ട് 144 12 അല്ലേ. സോ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12. ഈ പ്ലസ് 2നെ നമ്മൾ അങ്ങോട്ട് നടുകടത്തി. യെസ്, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 പ്ലസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ അവിടെ? -2 അവിടെ. 12 നിന്നും 2 കുറച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു 10. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? എന്താ ഇപ്പൊ കിട്ടിയത്? എക്സാ കിട്ടിയത്. ചെറിയ സൈഡാ കിട്ടിയത്. അതിനേക്കാൾ വലിയ സൈഡ് എത്ര കൂടുതലാണെന്ന് പറഞ്ഞാൽ 4 കൂടുതലാണ്. സോ എക്സ് പ്ലസ്
4 that is equal to 10 plus 4 that is equal to 14 അല്ലേ? സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? ക്വസ്റ്റ്യനിൽ സെന്റിമീറ്റർ എന്നല്ലേ പറഞ്ഞത്. സോ ഇതൊക്കെ സെന്റിമീറ്റർ ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡും അതിനേക്കാൾ കൂടുതലോ കുറവോ ആവാം. കൂടുതലാണെങ്കിൽ നമ്മൾ +4 അല്ലെങ്കിൽ കൂടുതൽ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ +4 എന്നിടും. 4 കുറവ് എന്ന് പറഞ്ഞാലോ -4 എന്നിടും. ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാ പിടിച്ചോളാം അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. X is the natural number. X എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. One number is to be added. x² plus 6x എന്ത് കൂട്ടിയാലാണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ കഥ പറഞ്ഞു അല്ലെ, കഥയിൽ നമ്മൾ ആരോന്നിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെയാണോ നമ്മൾ ആഡ് ചെയ്തത്? പെങ്ങളൂട്ടിനെ ആഡ് ചെയ്തു. ആരാഡ് ചെയ്തു? പെങ്ങളൂട്ടിനെ ആഡ് ചെയ്തു. ആരാടാ ഇവിടുത്തെ പെങ്ങളൂട്ടി? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആരുടെ പെങ്ങളൂട്ടിനാണോ നമ്മൾ വിളിച്ചത്? എക്സിന്റെ കൂടെയുള്ള ആളുടെ. എക്സിന്റെ കൂടെയുള്ള ആൾ ആരാടാ? 6 ആണ്. 6ന്റെ പകുതി ആരാടാ? 6ന്റെ പകുതി 6ന്റെ പകുതി 3 അല്ലെ? 3യോട് കൂടി തലയിൽ എന്തിടണം? തട്ടമിടണ്ടേ? യെസ്. സോ 3² ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. സൂക്ഷിച്ചു നോക്കിയേ. 3² എന്ന് പറഞ്ഞാൽ ആരാടാ? 3² എന്ന് പറയുമ്പോൾ 9 ആണ്. സോ ദ ആൻസർ ഈസ് 9. എ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 9 എന്നാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് x² പ്ലസ് നോക്കണേ, x² പ്ലസ് ax പ്ലസ് 16 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ 16 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒന്ന് സൂക്ഷിച്ചു നോക്കി. 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ അല്ലേ 16 എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് നമ്പർ ഈസ് എ? എ ആരടാ? ആരാ എ? ഇത് അനിയത്തിക്കുട്ടി. അപ്പൊ ഏട്ടത്തി ആരായിരിക്കും? 4ന്റെ ഏട്ടത്തി അല്ലേ? 4ന്റെ ഏട്ടത്തി ആരടാ? 8 അല്ലേ? ഡബിൾ അല്ലേ? 4ന്റെ ഡബിൾ അല്ലേ? സോ ദ ആൻസർ ഈസ് 8. മൂവിങ് ടു ദ നെക്സ്റ്റ്. യെസ്, സി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x² പ്ലസ് ax പ്ലസ് b ഈക്വൽ ടു ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എങ്കിൽ നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് a² ഈസ് ഈക്വൽ ടു 4b എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. a² ഈസ് ഈക്വൽ ടു 4b എന്ന് തെളിയിക്കണം. ഞാൻ ചോദിക്കട്ടെടാ, ഇവിടുത്തെ b എന്ന് പറയുന്നത് ആരാ? ഈ b എന്ന് പറയുന്നത് നമ്മൾ എക്സിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അനിയത്തി, എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കൂടെ ഇവിടെ ഉള്ളത് എ അല്ലടാ. എയുടെ പകുതിയുടെ സ്ക്വയർ ആരാടാ? നോക്കിയേ, ബി ഈസ് ഈക്വൽ ടു എന്റെ സ്ക്വയർ a² ആണ് സാറേ. 2ന്റെ സ്ക്വയർ ആരാടാ? 2ന്റെ സ്ക്വയർ 4 ആണ്. സോ അടിയിൽ വരുന്നത് 4 ആണ്. ഈ ഡിവൈഡഡ് ബൈ 4നെ ഞാൻ ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്ത് സംഭവിക്കടാ? ഡിവൈഡഡ് ബൈ ഉള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ആവില്ലേ? 4b ഈസ് ഈക്വൽ ടു a² എന്ന് വരും. ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? അതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് പ്രൂവ്ഡ്. നമുക്ക് എഴുതി വെക്കാം ഹെൻസ് പ്രൂവ്ഡ്. എന്ത് പ്രൂവ്ഡ്? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെക്കാം. ഡൗട്ട് ഉണ്ടോ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലെ? ഇതിപ്പോ നമ്മളിപ്പം ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ല, നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ, നമ്മുടെ ലവ് സ്റ്റോറി ബേസ് ചെയ്ത് മാത്രമുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ വരുന്ന പെങ്ങളൂട്ടി ആരാന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ആരാ പെങ്ങളൂട്ടി എന്ന് എഴുതണം. നമ്മളെ ഏട്ടത്തിനെ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് വെച്ചുള്ള ഒരു പ്രൂഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മുമ്പുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ട്. മറ്റേ സൈഡ് ചിലപ്പോൾ കൂടുതലായിരിക്കും, മറ്റേ സൈഡ് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ +4 എന്നിടണം. കൂടുതലാണെങ്കിൽ, കുറവാണെങ്കിലോ അവിടെ -4 എന്നിടണം. മറക്കരുത്. യെസ്, അങ്ങനത്തെ അടുത്തൊരു മോഡലിലേക്കാണ് നമ്പർ മോഡൽ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കാം. 1 added to എന്തിനോടോ കൂടെ 1 ആഡ് ചെയ്തു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആരോടാണ് ആഡ് ചെയ്തത്? പ്രൊഡക്റ്റ് ഓഫ്. എന്താ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ആരാടാ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞത്. ആരൊക്കെയാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. വായിക്കടാ, 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എന്താ സാറേ കോൺസിക്യൂട്ടീവ്? ആരാ സാറേ കോൺസിക്യൂട്ടീവ്? എടാ, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നമ്പറിലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം. 2ന്റെ അടുത്തുള്ളതാണ് 4, 4ന്റെ അടുത്തുള്ളതാണ് 6, 6ന്റെ അടുത്തുള്ളതാണ് 8. ഈ അടുത്തടുത്തുള്ള നമ്പറിന് പറയുന്ന പേരാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 2 കഴിഞ്ഞ് പിന്നെ 4ലേക്ക് എത്താൻ എത്രയാണ് കൂടിയത്? 2 കൂടിയതല്ലേ? അപ്പൊ ആദ്യത്തെ ഈവൻ നമ്പറിനെ ഞാൻ x എന്നെടുത്താൽ തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ, അടുത്ത ഈവൻ നമ്പർ ആരായിരിക്കടാ? x + 2. യെസ് അല്ലേ?
രണ്ടല്ലേ കൂടിയത്. അങ്ങനെയാണ് ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ആ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എവിടെ നിന്നാണ് കിട്ടുക? കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആദ്യത്തത് എക്സ് ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? x+1 ആയിരിക്കോ? അല്ല. നോക്കിയേ, 1 കഴിഞ്ഞാൽ പിന്നെ 3. 1 കഴിഞ്ഞാൽ 3 ആവണമെന്നുണ്ടെങ്കിൽ 1 കൂട്ടിയാൽ മതിയോ? പോരാ, 2 കൂട്ടണം. അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും നിങ്ങൾ എന്താ എടുക്കേണ്ടത്? ആദ്യത്തതിന് എക്സ് എന്നും അടുത്തതിന് x+2 എന്നും എടുക്കണം. അതേസമയം ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോദിക്കും. ദാ ഒരു ക്വസ്റ്റ്യൻ സാർ കാണിച്ചു തരാം. ദാ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. ഒരു നമ്പർ ഞാൻ എക്സ് എന്ന് എടുത്തു, തൊട്ടടുത്ത നമ്പർ ആരായിരിക്കടാ? എക്സ്. ആരുടെ കോൺസിക്യൂട്ടീവ് എന്താ പറഞ്ഞത്? മൾട്ടിപ്പിൾസ് ഓഫ് 6 ആ പറഞ്ഞത്. അപ്പൊ ഒന്ന് എക്സ് എടുത്താൽ അടുത്തത് x+6 എടുക്കണം. കത്തിയോ? ഇനി കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കും? ഒന്ന് എക്സ് എന്നും അടുത്തത് എന്തെടുക്കും? x+8 എന്ന് എടുക്കണം. ഓക്കെ, കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എവിടെ പോയി? യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, 2 ഈവൻ നമ്പേഴ്സ്, ഒന്ന് എക്സും ഒന്ന് x+2 ആയി. അതിന് എന്താക്കണം എന്നാ പറഞ്ഞത്? മൾട്ടിപ്ലൈ ചെയ്യണം. x ഇൻറ്റു x+2. x+2 പ്രൊഡക്റ്റ് എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്താക്കാനാ പറഞ്ഞത്? 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? അത് ഗേവ് ചെയ്യും, നമ്പർ തരുന്നു. നമുക്ക് എന്ത് തരുന്നു? 289 തരുന്നു. 289 കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഇനി മൾട്ടിപ്ലൈ ചെയ്തേ. എക്സ് ഇൻറ്റു എക്സ് എന്താടാ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. പ്ലസ് അടുത്തത് ഈ എക്സിന് ഇങ്ങോട്ട് പോകണം. എക്സ് ഒരു കോയിയാണ്. എക്സ് എന്താണ്? ഒരു കോയിയാണ്. ഒരു ക്ലാസ്സിലേക്ക് വിട്ട അവിടുത്തെ എല്ലാ പെൺകുട്ടികളോടും സംസാരിക്കും. എക്സ് ഇൻറ്റു എക്സ് ആരാടാ? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 2 ആരാടാ? 2x. കണ്ടോ, എല്ലാവരും കൂടി എക്സ് ഉണ്ട്. പ്ലസ് 1 ഈസ് ഈക്വൽ ടു 289. ഇപ്പൊ എവിടെയോ നിങ്ങൾ കണ്ടുപരിചയുണ്ടോ? നമ്മുടെ ലവ് സ്റ്റോറിയിൽ എത്തിയില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താടാ? വർഗീയത. എന്ത് വർഗീയത? എക്സ് ഇല്ലാത്തവരൊക്കെ നാട് കടത്തണം. ഇവിടെ എക്സ് സ്ക്വയറിൽ എക്സ് ഉണ്ട്, ഓൻ ഇവിടെ നിൽക്കാം. പ്ലസ് 2x എക്സ് ഉണ്ട്, ഓൻ ഇവിടെ നിൽക്കാം. പ്ലസ് 1 എക്സ് ഉണ്ടോ? ഇല്ല. പ്ലസ് 1 എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 289 മൈനസ് 1. ഡൗട്ട് ഉണ്ടോ? ഇല്ല. എക്സ് സ്ക്വയർ പ്ലസ് 2x that is equal to 289 ഒന്ന് കുറച്ചാൽ 288 288 അല്ലെ? ഇവിടേക്ക് നമ്മൾ ആരെ കൊണ്ടുവരണം? അനിയത്തി കൂട്ടി കൊണ്ടുവരണം. ആരാടാ അനിയത്തി? എക്സിന്റെ കൂടെയുള്ള ആള്. 2 അല്ലേ? 2ന്റെ പകുതി. ആരാടാ 2ന്റെ പകുതി? 1 സ്ക്വയർ. എന്തിനാടാ സ്ക്വയർ ഇട്ടത്? അനിയത്തി കുട്ടി ഈമാനുള്ള കുട്ടിയാ. സാറിന്റെ ലവ് സ്റ്റോറി കണ്ടില്ലേ? കാണണം. സാറിന്റെ ലവ് സ്റ്റോറിയുടെ വീഡിയോ എടുത്ത് കാണടാ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് ആളുടെ സ്ക്വയർ ഇടണം. അത് ഒരു സൈഡിൽ മാത്രം ഇട്ടാ പോരാ, 2 സൈഡിലും ഇടണം. കുഴപ്പമുണ്ടോ? കുട തുറന്നു. എന്ത് തുറന്നു? കുട തുറന്നു. യെസ്, കുടനുള്ളിലേക്ക് ആര് കയറടാ? യെസ്, വടക്കൻ സാറ് കയറിയില്ലേ? തലക്കെട്ടൊക്കെ ഊരിച്ചിട്ടാണ് വടക്കൻ സാറ് കയറിയത്. അതിന്റെ കൂടെ ആര് കയറി? പെങ്ങളോട്ട് കയറി. സ്മരിക്കാൻ ഇതിന്റെ ഇടയിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് ഇട്ടു. തട്ടമിട്ടു. കുടന്റെ പുറത്തു കൂടെ ഒരു തട്ടേ ഉണ്ടാവുള്ളൂ. 2 തട്ടുണ്ടാവോ? ഇല്ല, ഒറ്റ തട്ടേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 288 പ്ലസ് 1 സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 ആണടാ. 1ഉം 288 കൂടി കൂട്ടിയാൽ 289. ഇനി സ്ക്വയറിനെ നമ്മൾ അങ്ങോട്ട് നാട് കടത്തുന്നു. സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്താ? ഇവിടെ റൂട്ട് ആവും. സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്തായി? റൂട്ടായി. ദാറ്റ് ഈസ് x+1 ഈസ് ഈക്വൽ ടു √289. √289 ആരാടാ? √289 എന്ന് പറയുന്നത് x+1 ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. 17 ആണ് എന്തെന്ന് പറയുന്നത്? 289. റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊന്നും പേടിക്കണ്ട. നമ്മുടെ ചാനലിൽ വടക്കൻസ് ലോ വരുന്നുണ്ടടാ. ഇറ്റ്സ് കമ്മിങ് സൂൺ. നമ്മുടെ ഈ ചാനലിൽ തന്നെ കൃത്യമായിട്ട് ഞാനൊരു റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കുമായിട്ട്, അതായത് നമ്മുടെ വടക്കൻസ് ലോ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. സോ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആവും. സോ നമ്മൾ എന്താക്കുന്നു? 17 എന്ന് ഇവിടെ ആൻസർ ചെയ്യുന്നു. നെക്സ്റ്റ് ഈ +1 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ ഇവിടെ? -1 ആവും. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 17 മൈനസ് 1. x ഈസ് ഈക്വൽ ടു 16 എന്ന ആൻസർ കിട്ടി. നമ്മൾ ആദ്യത്തെ നമ്പർ 16 ആണ്. അടുത്ത നമ്പറോ x+2 ആണ്. x+2 ആരടാ? ദാറ്റ് ഈസ് 18. 16നോട് 2 കൂട്ടി. സോ നമുക്ക് എന്തായി? പ്രോബ്ലം സെറ്റ് ആയി. ഇതുപോലത്തെ ഒരു ചോദ്യമാണ് അടുത്തത്. ഏത്? 9 ആഡഡ് ടു 9 ആഡ് ചെയ്യേണ്ടത്. ആരോടാ 9 ആഡ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. 6ന്റെ മൾട്ടിപ്പിൾ. അത് 6ഉം x+6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x ഇൻറ്റു x+6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു ഗേവ്സ് എന്താ തരുന്നത്? 729 ആ തരുന്നത്. എത്രയാ തരുന്നത്? 729. എന്ത് ചെയ്യണടാ?
നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു എക്സ് ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. നേരത്തെ അതേ സ്റ്റെപ്പിൽ എത്തിയില്ലേ? വീണ്ടും നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങണം. വർഗീയത. എക്സ് ഇല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. എക്സ് സ്ക്വയറിന് ഇവിടെ നിൽക്കാം, 6x ഇവിടെ നിൽക്കാം, 9 ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അവന്റെ കൂടെ എക്സ് ഇല്ല. അവനെ നമ്മൾ ഇവിടുന്ന് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പ്ലസ് 9 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കടാ? 729 മൈനസ് 9, that is x square plus 6x is equal to 720. 729 9 കുറച്ചാൽ 720. ഇവിടെ നമ്മൾ ആരെ ആഡ് ചെയ്യണടാ? അനിയത്തിക്കുട്ടിനെ ആഡ് ചെയ്യണം. ആരാ അനിയത്തിക്കുട്ടി? ദാ 6xന്റെ കൂടെ ഉള്ളത് 6 അല്ലേ? സോറി, എക്സിന്റെ കൂടെ ഉള്ളത് 6 അല്ലേ? ആ 6ന്റെ പകുതി 3. അനിയത്തിക്കുട്ടി എന്തിടും? തട്ടമിടും. അനിയത്തിക്കുട്ടി ഒരു സൈഡിൽ മാത്രം വരുമോ? ഇല്ല, അനിയത്തിക്കുട്ടി വരുമ്പം 2 സൈഡിലും വരും. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് അടുത്തത് നമ്മളെ കൂട്ട തുറന്നു. എന്ത് തുറന്നു? കൂട്ട തുറന്നു. എക്സ് കയറി, പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് പ്ലസ് വന്നത്. ഇവിടെ 3 വന്നു, സ്ക്വയർ ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 729. ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കടാ? റൂട്ട് ആവും. സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്താവും? റൂട്ട് ആവും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3. പറഞ്ഞേ, എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 729. ആരാടാ റൂട്ട് 729? റൂട്ട് 729 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 27 എന്ന് കിട്ടും. ശരിയല്ലേ? 27 into 27. അപ്പൊ നമുക്ക് പ്ലസ് 3 കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. പ്ലസ് 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. എക്സ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 3, എക്സ് ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. എന്താണ് 24 എന്ന് പറയുന്നത്? ആദ്യത്തെ നമ്പറാ. അടുത്ത നമ്പർ കൂടി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 6, 24 പ്ലസ് 6, ദാറ്റ് ഈസ് 30 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഡൗട്ട് ഉണ്ടോടാ? തെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, പിടിച്ചോ. ദ ഫ്യൂ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാ. എങ്ങനെയാ ബന്ധപ്പെടുന്നത് നോക്കിയേ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, 9, 11, 13 എക്സെട്ര 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 എന്നാണ് കേട്ടോ. ഇതിനോട് ഇതിൽ എന്താ പറഞ്ഞത്? വേറെ ആഡഡ് എന്തൊക്കെ കൂട്ടി. then 16 added to the sum. നമ്മുടെ സം ഉണ്ട്, SN ഉണ്ട്. സമ്മിനോട് ഞാൻ 16 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 256 കിട്ടി. എത്ര കിട്ടി? 256, 256 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ n ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ നോക്കടാ, ഇവിടെ SN എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താ പഠിച്ചത്? സമ്മിന്റെ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. എങ്ങനെയാടാ സമ്മിന്റെ അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക? SN is equal to d by 2 n square plus f minus d by 2 into n. പഠിച്ചതാണ്. യെസ്, കമ്മിങ്. ഇവിടുത്തെ d ആരാ? കോമൺ ഡിഫറൻസ് ആരാ? കൂട്ടി പോയത് 2 ആണ്. അപ്പൊ d by 2 ആരാ? d by 2 എന്ന് പറയുന്നത് d ന്റെ പകുതി 2 ന്റെ പകുതി 1 ആണ്. ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 9 ആണ്. ഇതെല്ലാം കൂടി എടുത്ത് ഇവിടേക്ക് ഒന്ന് ചാമ്പ്. SN is equal to d by 2 ആരാ? 1 ആണ്. 1 n square plus f ആരാ? f 9 ആണ്. 9 മൈനസ് d by 2 ആരാടാ? 1 ആണ് into n. കുഴപ്പമുണ്ടോടാ? യെസ്. ഇവിടെ നോക്കിയേ, SN is equal to 1 into n square ആരാടാ? n square ആണ്. പ്ലസ് 9 മൈനസ് 1, 9ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടടാ? 8n എന്ന് കിട്ടും. n സ്ക്വയർ പ്ലസ് 8n ആണ് നമ്മുടെ സമ്മിന്റെ അൽജിബ്രിക് ഫോം. എന്തിന്റെ അൽജിബ്രിക് ഫോം? സമ്മിന്റെ അൽജിബ്രിക് ഫോം. ഈ SN പകരം ഈ SN is equal to n സ്ക്വയർ പ്ലസ് 8n എന്നുള്ളത് ഈ SN പകരം ഞാൻ ചാമ്പി കൊടുക്കാൻ പോവാണ്. ചാമ്പ്. ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 8n plus 16 is equal to 256. കുഴപ്പമുണ്ടോ? നമ്മുടെ കഥ എത്തിയില്ലേ? ലവ് സ്റ്റോറി എത്തിയില്ലേ? ഇനിയും സാർ ഇങ്ങനെ ലവ് സ്റ്റോറി ചെയ്യണോ? ഈ വർഗീയതയും കൂടി സാറ് ചെയ്തരാ. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എക്സ് അല്ല ഉള്ളത്, ഇവിടെ ആരാ ഉള്ളത്? n ആണ്. സെനിൻ സാർ മെല്ലെ സീനൊക്കെ വിട്ട് ഇപ്പൊ രഞ്ജിത്ത് സാർ വന്നു, ആർട്ടി സാർ വന്നു. അപ്പൊ ആർട്ടി സാറിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ സെനിൻ സാർ എക്സ് സ്ക്വയർ എന്നുള്ള സ്ഥലത്ത് n സ്ക്വയർ വന്നു എന്നേ ഉള്ളൂ. സെനിൻ സാർക്ക് പകരം രഞ്ജിത്ത് സാർ ആയിരുന്നേ ഉള്ളൂ. കഥയിൽ എന്തില്ല, മാറ്റമൊന്നുമില്ല. സെയിം കഥ അങ്ങ് ചാമ്പി കൊടുത്തോളാം. ആദ്യം ഇവിടെ എക്സ് ഉണ്ടോന്നല്ല n ഉണ്ടോന്നാ നോക്കുക. n സ്ക്വയർ പ്ലസ് 8n. ഈ പ്ലസ് 16 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ? ഇവിടെ പ്ലസ് 16 അപ്പുറത്തേക്ക് പോകുമ്പോൾ 256 മൈനസ് 16, ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 8n is equal to 256.
40 എന്ന് കിട്ടി. എടാ ഇനി നിങ്ങൾ പെങ്ങളൂട്ടിനെ കൊണ്ടുവരെയും കൊട ചൂടുകയും അപ്പുറത്തേക്ക് കാറ്റടിപ്പിച്ച് കൊണ്ടുപോവുകയും ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ബോർഡ് മേലിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 5-ൽ 4 പ്രാവശ്യവും ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. ഇതിനൊരു ഉഡായ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിലെ ഒരു ഉഡായ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഉഡായ്പ്, അൽ ഉഡായ്പ്. ഈ ഉഡായ്പ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന പെരിമീറ്ററും ഏരിയയും തരുന്ന രീതിയിൽ ഇവിടെ പെരിമീറ്ററും ഏരിയയും തന്നിട്ടുണ്ട്. ഈ 2 സാധനം തന്നാൽ ഒരു ഉഡായ്പ് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കോളി. ആദ്യം നിങ്ങൾ പെരിമീറ്റർ എടുത്ത് ചെയ്താ എത്രയാണ് പെരിമീറ്റർ? 60. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആ പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഏരിയ എത്ര? 189. ഇത്രയും ഡാറ്റാസ് വളരെ ഈസി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയുടെ പകുതി എടുക്കുക. എത്രയാടാ പെരിമീറ്റർ? 60 അല്ലേ? 60യുടെ പകുതിയുടെ പകുതി എത്രയാടാ? 60ന്റെ പകുതി എത്രയാടാ? 60ന്റെ പകുതി 30. 30ന്റെ പകുതി 15. അതുകൂട്ട് എഴുതി വെക്കുക. ലെങ്ത് ആണെങ്കിൽ അതിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യാം. ബ്രെഡ്ത്ത് ആണെങ്കിൽ അതിനോട് എക്സ് കുറയ്ക്കാം. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. പെരിമീറ്റർ എത്ര തന്നാലും അതിന്റെ പകുതിയുടെ പകുതി എടുക്കുക. ഇപ്പം 60 ആണെങ്കിൽ 30 പകുതി, അതിന്റെ പകുതി 15. ഇപ്പൊ 40 ആണെങ്കിലോ 40ന്റെ പകുതി 20, 20ന്റെ പകുതി 10. അതെടുത്തിട്ട് ലെങ്ത്തിന്റെ കൂടെ ആണെങ്കിൽ എക്സ് ആഡ് ചെയ്യുക, ബ്രെഡ്ത്തിന്റെ കൂടെ ആണെങ്കിൽ എക്സ് കുറയ്ക്കുക. നമുക്കറിയാം ഏരിയ 189 ആണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 189. ആരാടാ ഇവിടുത്തെ ലെങ്ത്? ഇവിടുത്തെ ലെങ്ത് ആരാടാ? ഇവിടുത്തെ ലെങ്ത് 15 + x ആണ്. ഇവിടുത്തെ ബ്രെഡ്ത്ത് ആരാടാ? വീതി ആരാ? വീതി എന്ന് പറയുന്നത് 15 - x ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 189 എന്നാണ്. കുഴപ്പമുണ്ടോ? അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെയുള്ള നമ്പറിൽ ഇവിടെയുള്ള ഇന്നപ്പോൾ പഠിപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള ഉഡായ്പാണ്. ഇവിടെയുള്ള നമ്പറുകളിൽ ആദ്യത്തെ നമ്പർ 15 ആണ്, രണ്ടാമത്തെ നമ്പർ x ആണ്, അടുത്ത 15 വീണ്ടും x. ഇതെവിടെയോ നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ? a + b × a - b. ഇതെന്താ? a + b × a - b എന്താടാ? a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² എന്നാ. അത് ഇന്നെപ്പോലത്തെ പഠിപ്പിക്കല്ല കേട്ടോ. ഇന്നെപ്പോലത്തെ പഠിപ്പുകൾ എന്താക്കും അറിയോ? ഇവിടെ നോക്കും. 15 ഉണ്ട്, x ഉണ്ട്, 15 ഉണ്ട്, x ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താന്നറിയോ? 15² 15² 15² - x² എന്നിടും. ഇവിടെ a + b × a - b ഒക്കെ നോക്കി ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് മാത്രം മതി? ഇത്ര മാത്രം മതി. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് ഈ സ്റ്റെപ്പാണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 189. അതെങ്ങനെ വന്നതൊന്നും ചോദ്യമല്ല. നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റെപ്പിന് ശേഷം അത് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫറാ. ഈ x² ഈ 189 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കടാ? നോക്കിയേ. 15ന്റെ സ്ക്വയർ 225 ആണ്. -189 ഈസ് ഈക്വൽ ടു ഇവിടെ x² പകരം 189 വന്നു, അപ്പുറത്ത് 189 പകരം x² വന്നു. അപ്പൊ എന്ത് സംഭവിക്കും നോക്കിയേ. ദാറ്റ് ഈസ് 25 + 11, അതായത് 36 വരും. 225 - 189 എന്ന് പറയുമ്പോൾ 36 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x². ഈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കടാ? x ഈസ് ഈക്വൽ ടു √36 എന്ന് കിട്ടും. അതായത് x ഈസ് ഈക്വൽ ടു 6 എന്ന ആൻസർ കിട്ടും. എക്സാ കിട്ടിയത്. ലെങ്ത് കിട്ടിയോ? ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പെരിമീറ്ററിന്റെ പകുതിയുടെ പകുതി എടുക്കുക, അതിനോട് x കൂട്ടുക, x കുറയ്ക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ L ഈസ് ഈക്വൽ ടു പറഞ്ഞേ. L ഈസ് ഈക്വൽ ടു എന്താണ്? 15 + x ആണ്. ദാറ്റ് ഈസ് 15 + 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ആണ്. അപ്പൊ ബ്രെഡ്ത്ത് എങ്ങനെ കിട്ടുക? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 15 - 6 ആണ്. ദാറ്റ് ഈസ് 9 എന്നാണ് ബ്രെഡ്ത്ത്. എല്ലും കിട്ടി, ബിയും കിട്ടി. കുഴപ്പമുണ്ടോ? ഇതൊരു 4 മാർക്കിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ സാർ ഒന്നും കൂടി പറയാം, പെട്ടെന്ന് പറയാം, സിമ്പിൾ ആയിട്ട്. നിങ്ങൾ പെരിമീറ്ററിന്റെ പകുതിയുടെ പകുതി എടുക്കുക, അതിനോട് x കൂട്ടുക, x കുറയ്ക്കാം. ഏരിയ എത്രയാണോ തരുന്നത് ആ സാധനം L × b ഈസ് ഈക്വൽ ടു അതെന്ന് എഴുതുക. L എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ 15 + x ആണ്. കാരണം ഇവിടെ പകുതിയുടെ പകുതി എടുത്ത് കണ്ട് x കൂട്ടി വെച്ചിട്ട് അതിനോട് പകുതിയുടെ പകുതി എടുത്തിട്ടുള്ള x കുറച്ച് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം.
ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ എക്സ് ആയിട്ടുണ്ടാവും, ആ എക്സിന്റെ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. അവിടെ നിന്നും ഈ എക്സ് സ്ക്വയറും ഇവിടെയുള്ള നമ്പർ തമ്മിൽ എക്സ്ചേഞ്ച് ഓഫർ. 189 ഇങ്ങോട്ട് വന്നു, എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയി. ഇവിടെയുള്ള 15 സ്ക്വയർ എന്താണ്, ഇവിടെയുള്ള നമ്പർ ഏതാണോ അതിന്റെ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ താഴെ എടുത്തത്. അത് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയുള്ള എക്സ് സ്ക്വയറിന്റെ തലയിലുള്ള സ്ക്വയറിന് എടുത്ത് ഇപ്പുറത്തെ നാട്ടിലേക്ക് കടത്താണ്ടാവും. അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കേണ്ടാവും. അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ അത് ഈ പറയുന്ന പകുതിയുടെ പകുതിയോട് ഒന്ന് കൂട്ടുക. ഇവിടെ അപ്പം മാറ്റം വരാനുള്ളത് ഈ 15 എഴുതിയതും ഈ 189 എഴുതിയതും ഈ നമ്പർ മാത്രമേ മാറാൻ പോകുള്ളൂ. ബാക്കിയുള്ള സ്റ്റെപ്പുകളൊന്നും എന്താകാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലവ് സ്റ്റോറി വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള ഓരോ പ്രോബ്ലംസും, ഓരോ മോഡൽ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണടാ, ഇതൊന്നും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമേ അല്ല. നിങ്ങളൊന്ന് കൂടെ നിന്ന് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കണ്ട്, അതുപോലെ തന്നെ ഈ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനൽ ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് A+ വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ആ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ വടക്കൻ സാർ അല്ല, നിങ്ങളുടെ വടക്കൻ സാർ ചെയ്തു തരുന്നതാണ്. സോ ഇറ്റ്സ് മീ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye, see you later.